ഹായ് കേരറ്റ് ജയന്ത്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സ് കോട്ടയിൽ റാലി ഓപ്പൺ ആയിരിക്കുകയാണ്. SSBയിലാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങളും കോൺസ്റ്റബിൾ GD എന്നൊരു പോസ്റ്റിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇനിയും നിങ്ങൾക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിൽ തന്നെ ഒത്തിരി അവസരങ്ങൾ ഇതേ രീതിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളും ഇല്ലാത്തവരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ കൂടി ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ നമ്മളെ ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, അതേപോലെ തന്നെ എക്സാമും ഇല്ല. ഇതൊന്നും ഇല്ലാതെയാണ് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് നേടിയെടുക്കുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്, അറിയാം. പക്ഷേ അങ്ങനെയുള്ളവർക്ക് കൂടി എന്താണ്, ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ഒരു ചാൻസ് കൊടുക്കുകയാണ് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട്. ക്ലിയർ ആയല്ലോ? വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പരമാവധി ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും തീർച്ചയായിട്ടും എത്തിയിരിക്കണം. സ്പോർട്സിനൊക്കെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളിലും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും എത്തിയിരിക്കണം. ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇത് നോട്ടീസ് അപ്ഡേറ്റ് ആണ്. SSB ആണ് ഈ ഒരു ലെറ്റർ ഔട്ട് ചെയ്തത്, അതായത് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റബിൾ GD എന്നൊരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏത് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്ന്. കോൺസ്റ്റബിൾ GD പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. SSBയിലേക്കാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്, കോൺസ്റ്റബിൾ GD എന്നൊരു പോസ്റ്റിലേക്ക്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഈവൻറ്റിൽ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച്. ടോട്ടൽ 28 പോസ്റ്റിലേക്കുള്ള അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. 28 പോസ്റ്റ് അല്ല, 28 ഗെയിമിൻ്റെ അപ്ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ 28 ഗെയിമിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ 28 ഗെയിമിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ മെഡൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് നെയിം ഓഫ് ഈവൻറ്റ് കാണാവുന്നതാണ്. ആർച്ചറി, മെൻ ആൻഡ് വുമൺ. ആ കാര്യം പറയാൻ വിട്ടുകഴിഞ്ഞാൽ ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം, പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, പക്ഷേ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അത്ലറ്റിക്സ്, ഇവിടെ പിന്നെ ഈവൻറ്റും കൊടുത്തിട്ടുണ്ട്. കണ്ടോ കുട്ടികൾ, ഈവൻറ്റും കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈവൻറ്റ് കാണാവുന്നതാണ്. അക്വാറ്റിക്സ്, ഇതിനകത്ത് മെൻ ആൻഡ് വുമൺ കാറ്റഗറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബോക്സിംഗ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ബാസ്കറ്റ് ബോൾ, ബാഡ്മിൻ്റൺ, എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് കളിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ട്. ആ ഒരു വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് PDF എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ കളിക്കുന്ന ആ ഒരു ഗെയിം ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. എല്ലാ ഗെയിമും ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ. ഇന്ത്യയിലെ എല്ലാ ഗെയിമും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. 1-2 സ്ലൈഡ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ. ഇനി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, SSBയിലേക്ക് കോൺസ്റ്റബിൾ GD എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സ്പോർട്സ് ഈവൻറ്റ് ഏതൊക്കെയാണെന്ന് അതും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഇനി അറിയേണ്ടതാണ് എലിജിബിലിറ്റി കണ്ടീഷൻ. പോസ്റ്റ് അനുസരിച്ചിട്ട് നോക്കൂ, കോൺസ്റ്റബിൾ GD എന്ന പോസ്റ്റാണ്. ഏജ് ലിമിറ്റാണ് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങളുടെ കാസ്റ്റ് SC ആൻഡ് ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. നിങ്ങളുടെ കാസ്റ്റ് OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ OBC കേഡറ്റ് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ട്. പോസ്റ്റ് മനസ്സിലായി, ഏജ് ലിമിറ്റ് മനസ്സിലായി. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സ്പോർട്സ് ക്വാളിഫിക്കേഷൻ. ഇതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. സ്പോർട്സ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് അവരുടെ ഈവൻറ്റിൽ ഫസ്റ്റ് പ്ലേസ് ലഭിച്ചിട്ടുണ്ട്, ദാറ്റ് മീൻസ് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ചിലർക്ക് സിൽവർ, ചിലർക്ക് ബ്രോൺസ്, ചിലർക്കാണെങ്കിൽ പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
എല്ലാ ഡിഫൻസ് ഫോഴ്സും ഇതേ രീതിയിൽ സ്പോർട്സ് കോട്ട റാലി ഓപ്പൺ ചെയ്യാറുണ്ട്. പക്ഷേ SSBയുടെ മാത്രം ഒരു സ്പോർട്സ് റാലിയാണ് മറ്റുള്ള സ്പോർട്സ് റാലിയേക്കാൾ വളരെ ഡിഫറൻ്റ് ആണ്. വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇവർ സെലക്ഷൻ പ്രോസസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ, സ്പോർട്സ് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അവർ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ഫസ്റ്റ് ഓർഡർ നോക്കൂ കുട്ടികളെ. സ്പോർട്സ് പേഴ്സൺ ഹു ഹാവ് റെപ്രസെൻറ്റഡ് എ സ്റ്റേറ്റ് ഓർ ദ കൺട്രി ഇൻ ദി നാഷണൽ ഓർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ. അതായത് ഏതെങ്കിലും ഒരു സ്പോർട്സ് പേഴ്സൺ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത്. മനസ്സിലായോ? അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് പ്രയോറിറ്റിയാണ് മെഡൽ വിന്നേഴ്സ് ഇൻ സീനിയർ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. മെഡൽ വിന്നർ ആയവർ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ. പിന്നെ മെഡൽ വിന്നേഴ്സ് ഇൻ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. പിന്നെ മെഡൽ വിന്നേഴ്സ് ഇൻ കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്. പിന്നെ മെഡൽ വിന്നേഴ്സ് ഇൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതായത് SGFI. ഈ കാറ്റഗറിയിലൊക്കെ മെഡൽ ലഭിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്താണെന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഈ ഓർഡർ അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ ഉള്ള കേഡറ്റ് ഏതാണോ, അതായത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ട് മെഡൽ നേടിയ കുട്ടികൾ, അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രയോറിറ്റി ടോപ്പ് അനുസരിച്ചിട്ടാണ്. നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്റ്റേറ്റിന് അല്ലെങ്കിൽ കൺട്രി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കും, പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ കേരളത്തിൽ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ എന്താണ് ചെയ്യുന്നത്, 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൽ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും. നിങ്ങൾക്കൊരു പിടിയും കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ, സെലക്ഷൻ പ്രോസസ്സ്. സ്റ്റേജ് 1 ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് ഇൻ്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ, മെഡൽ വിന്നേഴ്സ് ആൻഡ് നാഷണൽ മെഡൽ വിന്നേഴ്സ് അപ് ടു 3rd പ്ലേസ്. ഈ സെലക്ഷൻ പ്രോസസ്സിനകത്തുള്ള സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. മനസ്സിലായി? ഇവർക്കാണ് ആദ്യം ചാൻസ് കൊടുക്കുന്നത്. ക്ലിയർ? നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ എന്താണ് വിന്നറായിട്ടുള്ളവർക്കും അപ് ടു 3rd പ്ലേസ് വരെ ഉള്ളവർക്കുമാണ് ആദ്യം ചാൻസ് കൊടുക്കുന്നത്. അവരുടെയാണ് ആദ്യം സെലക്ഷൻ നടക്കാൻ പോകുന്നത്. അതും അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ് നോക്ക്. ഫസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ് പറയുന്നത്? ഗോൾഡ് മെഡൽ ആണെങ്കിൽ 30 മാർക്സ്, സിൽവർ മെഡൽ ആണെങ്കിൽ 29 മാർക്സ്, ബ്രോൺസ് മെഡൽ ആണെങ്കിൽ 28 മാർക്സ്, പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ 26 മാർക്ക്. ഈ മാർക്ക് അനുസരിച്ചിട്ട് എന്താണ് അവരെ കാറ്റഗറി ചെയ്യുന്നതായിരിക്കും. ടോട്ടൽ വേക്കൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അതും വിട്ടുപോയി. 404 വേക്കൻസിയാണ് കേട്ടോ കുട്ടികളെ, 404 വേക്കൻസിയാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ അവർക്കാണ് സെലക്ഷൻ കിട്ടുന്നത്. അതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ആ സ്റ്റേജ് 1 എങ്ങനെയാണ് അവർ ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്റ്റേജ് 1 ചെല്ലുന്ന കുട്ടികൾക്ക് ഇങ്ങനെയാണ് അവിടെ സെലക്ഷൻ നടക്കാൻ പോകുന്നത്. ആദ്യം ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അതിനുശേഷം അവരുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മെഡിക്കൽ ഉണ്ട്, പിന്നെ റീമെഡിക്കൽ കിട്ടുന്നവർക്ക് റീമെഡിക്കൽ ഉണ്ട്, പിന്നെ ഫൈനൽ സെലക്ഷൻ. ഇതാണ് സ്റ്റേജ് 1 അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി കുട്ടികൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, സ്റ്റേജ് 1 തന്നെ ടോട്ടൽ വേക്കൻസി ഫില്ല് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റേജ് 2 അവർ നടത്തത്തില്ല. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സ്റ്റേജ് 2 നടത്തുന്ന ആർക്കായിരിക്കും? സ്റ്റേജ് 1 വേക്കൻസി വിളിച്ചതിന് ശേഷം, അതായത് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഫുൾ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അതിനകത്ത് വേക്കൻസി ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റേജ് 2 നടത്താൻ പോകുന്നത്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ പിന്നെയും ഈ കാറ്റഗറിയിൽ വരുന്ന കേഡറ്റ്സിൻ്റെ എല്ലാം. ക്ലിയർ ആയാലും ഇവർക്ക് പിന്നെ സ്റ്റേജ് 2 കാണുന്നതായിരിക്കും. ഇതിനകത്ത് ഇവരുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 2 സെലക്ഷൻ പ്രോസസ്സും പറഞ്ഞു തരാം. സ്റ്റേജ് 2 ഫസ്റ്റ് ആണ് ഡോക്യുമെൻറ്റേഷൻ, നെക്സ്റ്റ് ആണ് ഫീൽഡ് ട്രയൽ. ഫീൽഡ് ട്രയൽ എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേഡറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ഈവൻറ്റ്, ആ ഒരു ഈവൻറ്റിൻ്റെ ട്രയൽ എടുക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എൻ്റെ ഈവൻറ്റ് 800 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 800 മീറ്ററിൻ്റെ ട്രയൽ അവിടെ എടുക്കും. അതിനകത്ത് ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് പറഞ്ഞാൽ 50 ആണ്. ഈ 50 മാർക്കിൽ 60% മാർക്ക് എന്തായാലും സ്കോർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കേഡറ്റ് ക്വാളിഫൈ ആവത്തുള്ളൂ. അതിനുശേഷം പിന്നെ ഫുൾ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും. ഫീൽഡ് ട്രയൽ കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ പിന്നെ PST ടെസ്റ്റാണ്, പിന്നെ മെഡിക്കലാണ്, റീമെഡിക്കൽ കിട്ടുന്നവർക്ക് റീമെഡിക്കൽ, പിന്നെ ഫൈനൽ സെലക്ഷൻ ആണ്. ഇതാണ് സ്റ്റേജ് 2 പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റേജ് 2 തന്നെ ഫുൾ സെലക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് 2 വേറെ കുട്ടികളെ വിളിക്കത്തില്ല. അത്രയും കുട്ടികളെ വെച്ചിട്ട് തന്നെ അവർ ഫൈനൽ മെറിറ്റ് റെഡിയാക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ആദ്യമായിട്ടാണ് ഇതേ രീതിയിലൊരു സ്പോർട്സ് കോട്ടയുടെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും അറിയാൻ തന്നെ പോകുന്നത്. ഇതിന് മുൻപെന്ന് പറയുമ്പോൾ ആർമി നടത്താറുണ്ട്, നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്താറുണ്ട്, SSCയുടെ മറ്റ് പല ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് വരാറുണ്ട്.
അവിടെയെങ്ങും ഇങ്ങനെയല്ല നടത്തുന്നത്. എല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഗോൾഡ് മെഡൽ നേടിയവർ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തവർ അവർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നു. അവിടെ വേക്കൻസി ഫുൾഫിൽ ആയാൽ പിന്നുള്ളവർക്ക് ചാൻസ് കിട്ടത്തില്ല. വേക്കൻസി കാലി ഉണ്ടെങ്കിൽ മാത്രം അതിന് താഴെ കാറ്റഗറിയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടി സ്റ്റേജ് 2 ഇതേ രീതിയിൽ എന്താണ് സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. സ്റ്റേജ് 2 വരുമ്പോൾ എന്താണ് അവർക്കവിടെ ഫീൽഡ് ട്രയൽ, അതായത് അവരുടെ ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രയൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഹൈറ്റ് നോക്കാം കുട്ടികളെ. അതുകൂടി പറഞ്ഞു തരാം. അതുകൂടി ഉള്ളു പറയാനായിട്ട്. ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. വിത്ത് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ കുട്ടികളെ. കേരറ്റ്സ് ഫോം ഫില്ലിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്യേണ്ട ലിങ്ക് ഇതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 7th June ആണ് കേട്ടോ കുട്ടികളെ. 7th June ആണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമിയിൽ 2026-27 SSC GDയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ June 8 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ക്ലാസ്സുകൾ മലയാളത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ഓൺലൈൻ ക്ലാസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ SSC എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും ലഭിക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, 150 പേർ മോക്ക് ടെസ്റ്റുകൾ, ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ കോഴ്സ് ഫീസ് 2950 ആണ്. 2950 ആണ് ടോട്ടൽ കോഴ്സ് ഫീസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഇന്ത്യൻ ആർമിയുടെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സ് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ കോഴ്സിൻ്റെ അപ്ഡേറ്റ് അറിയാനും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.